ഇന്ന് വന്നേക്കുന്ന ഒരു ടാറ്റയുടെ ആദ്യത്തെ വാഹനം ഇൻഡിക. അത് ജസ്റ്റ് ഒരു ഓയിൽ സർവീസ് മാത്രം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഓയിൽ എങ്ങനെ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കിട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇതിന് ഒരുപാട് ലീക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ സമ്മിൻ്റെ അവിടെ നിന്നും ഓയിൽ ഫിൽറ്ററിൽ നിന്നും ഈ ഇരുന്ന ഫിൽറ്റർ നല്ല രീതിയിൽ ലൂസായിട്ടായിരുന്നു. അപ്പം നേരത്തെ ഏതോ വർഷോപ്പ് ചെയ്തപ്പോൾ കൊണ്ട് അത് നല്ല രീതിയിൽ മുറുക്കിയിട്ടില്ലായിരുന്നു. അടിയെല്ലാം നല്ല രീതിയിൽ ഓയിൽ ലീക്കും കാര്യങ്ങളായിരുന്നു. പിന്നെ നമ്മളത് കിടന്ന ഓയിൽ അഴിച്ചു വിട്ട് എവിടെ ലീക്ക് എന്നൊക്കെ ചെക്ക് ചെയ്ത് പവർ സ്റ്റീറിങ്ങിന് ലീക്ക് ഉണ്ടായിരുന്നു, ഫിൽറ്ററിൽ നിന്ന് ഡീസൽ ഓയിൽ ഫിൽറ്ററിൽ നിന്ന് ലീക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ ഓയിലൊക്കെ അഴിച്ചു വിട്ട് കുറച്ച് താമസം കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി പഴയ ഫിൽറ്റർ ഊരി മാറ്റിയിട്ട് പുതിയ ഫിൽറ്റർ ഇട്ടു നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തായിരുന്നു. ഫിൽറ്റർ ഇടുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഇച്ചിരി ടാസ്ക്കായ സ്ഥലത്താണ് ഇതിൻ്റെ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ കൊണ്ടുപോകാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പിന്നെ ക്യാമറ കൊണ്ടുപോയാൽ തന്നെ അവിടെ ഫോണിനകത്ത് മൊത്തം ഓയിലും കാര്യങ്ങളാവും. അതുകൊണ്ട് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതിപ്പം ജസ്റ്റ് ഒന്ന് ഓയിൽ ഊറ്റുന്നതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഓയിലെല്ലാം മാറി ഓയിലിനട്ട് ഇട്ടു, ടൈറ്റ് ചെയ്തു. പിന്നെ നമ്മളെപ്പോഴും കാണുമ്പോൾ ജസ്റ്റ് ഒരു ഒരു ഓയിൽ സർവീസ്, പക്ഷേ എപ്പോഴും ഒരു ഡേഞ്ചർ സാധനമാണ് ഈ ഓയിൽ സർവീസ്. നമ്മൾ ഓയിലിനട്ട് എപ്പോഴും വിട്ടു പോകുന്നൊരു സംഭവമാണ്. നമ്മളെല്ലാം ചിലപ്പം ഫിൽറ്റർ മാറാൻ പോകുന്നതിനിടയ്ക്കായിരിക്കും നമ്മൾ ഈ ഓയിലിനട്ട് നമ്മൾ മുറുക്കാതിരിക്കാനൊക്കെ മറന്നു പോകുന്നത്. അപ്പം എപ്പോഴും ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ, സിമ്പിൾ പരിപാടിയാണ്, പക്ഷേ എന്നാലും എപ്പോഴും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു മെയിനൊരു പരിപാടിയാണ് ഓയിലിനട്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളത്. അത് എപ്പോഴും വിട്ടുപോകുന്ന, ഏതൊരു മെക്കാനിക്കായാലും വിട്ടുപോകുന്ന സംഭവമാണ്, എല്ലാവരും വിട്ടുപോകുന്നതാണ്. പക്ഷേ പിന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഇത് ഞെട്ടി ഓർക്കുന്നത് ഓയിലിനട്ട് മുറിക്കായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ടാസ്ക്കൊക്കെ ആയതുകൊണ്ട് സിമ്പിൾ പരിപാടി ആയാലും ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ് ഓയിൽ സർവീസ്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്തായാലും അത് നമ്മൾ സെപ്പറേറ്റ് നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ടേ ഓയിൽ ഒഴിക്കാറുള്ളൂ. എന്നിട്ട് വണ്ടി പിന്നെ ഓയിലെല്ലാം ഒഴിച്ച് ഫില്ല് ചെയ്ത് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് സ്റ്റാർട്ടാക്കിയതിന് ശേഷം പിന്നെയും ഓയിൽ സ്റ്റിക്ക് ഇട്ട് നോക്കിയിട്ടാണ് കറക്റ്റ് അളവ് നോക്കുക. ഇതിൻ്റെ ഇപ്പോൾ 4.5 ആയിരിക്കാം, 5 ആയിരിക്കാം, 3.5 ആയപ്പോൾ അങ്ങനെ പല പല അളവുകളായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് ഒരു ഊഹം ഒഴിച്ചിട്ട് 3 ഒഴിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് സ്റ്റിക്ക് വെച്ചിട്ട് ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് സ്റ്റാർട്ടൊക്കെ ചെയ്തായിരുന്നു. അപ്പം ഓയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ചില്ലറൊരു കാര്യമല്ല, മെയിൻ ഒരു സാധനമാണ്. പിന്നെ കറക്റ്റ് സമയത്ത് എല്ലാവരും ഓയിൽ മാറുക, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പെട്രോൾ വണ്ടി ഡീസൽ വണ്ടിയും കമ്പയർ ചെയ്ത് ഏറ്റവും മെയിനായിട്ട് മാറേണ്ടത് പെട്രോൾ വണ്ടിയുടെ തന്നെയാണ് ഓയിൽ മാറേണ്ടത്. ഡീസൽ വണ്ടിക്ക് വലിയ കുഴപ്പമില്ല, പെട്രോൾ വണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ.